നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായ അസർബൈജാനിലെ യനാർദാഗിലേക്കാണ്. യനാർദാഗ് എന്നത് തീ കത്തുന്ന മല എന്നാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മലയുടെ അടിയിലായി തീ അനന്തമായി കത്തിക്കൊണ്ടിരിക്കുന്നത്, മഴയിലും കാറ്റിലും ഒക്കെ. അതാണ് യനാർദാഗ്. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന യനാർദാഗ് എപ്പോഴും തീ കത്തുന്ന മല എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ തീ സ്വാഭാവികമായി ചോർന്നു വരുന്ന പ്രകൃതി ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതി വാതകങ്ങൾ കാരണമാണ്. യനാർദാഗിന്റെ താഴെ ഭാഗത്ത് നിരവധി ഗ്യാസ് റിസർവുകളുണ്ട്. ഭൂമിയിലെ ചെറു സുഷിരങ്ങളിലൂടെ ഈ മീഥേൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ഈ ചോർന്നു വരുന്ന ഗ്യാസ് എളുപ്പത്തിൽ തന്നെ കത്തിപ്പിടിക്കും. ഇവിടെയുള്ള മീഥേൻ വാതകം ഉയർന്ന സമ്മർദ്ദത്തിൽ നിലനിൽക്കുന്നതിനാൽ ഇത് തുടർച്ചയായി പുറത്തേക്ക് വരുന്നു. കത്തുന്ന വാതകം മൂലം മലയോരത്ത് എപ്പോൾ ചെന്നാലും തീയുടെ പാളികകൾ കാണാൻ സാധിക്കും. യനാർദാഗിലെ നിങ്ങൾ ഈ കാണുന്ന തീ എത്ര വർഷങ്ങളായിട്ട് ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അവ്യക്തമാണ്. ഇത് പല ചരിത്ര രേഖകളിലും അനുസരിച്ച് കുറഞ്ഞത് 1000 വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോ ഈ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ ഈ കത്തുന്ന പർവ്വതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പുരാതന കാലത്ത് സൊറാസ്ട്രിയൻ മതവിശ്വാസികൾ ഈ കത്തുന്ന തീനെ ദൈവികമായും വിശുദ്ധമായും കരുതി അതിനെ ആരാധിച്ചിരുന്നു. കൂടെ പാരിസ്മിത വിശ്വാസത്തിൽ തീ ഭയങ്കര പവിത്രമാണ്. ഇന്ന് യനാർദാഗ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. സന്ദർശകർക്കായി ഒരു മ്യൂസിയവും നൈറ്റ് വ്യൂ പോയിന്റുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാത്രിയിലെ കാഴ്ച അതിലും ഭയങ്കര മനോഹരമാണ്. രാത്രിയിൽ കാറ്റിൽ തരംഗം പോലെ തീ കത്തി വീശുന്ന കാഴ്ച കാണാൻ അതിഗംഭീരമാണ്. ഈ കാണുന്നതൊക്കെ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ വന്ന ടൂറിസ്റ്റുകളാണ്. ഒരു വാൻ നിറയെ ആളുകളുണ്ടായിരുന്നു. ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ തീയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഞാൻ എടുക്കാൻ കഴിയുന്നത്ര ഫോട്ടോകളും വീഡിയോകളും എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ വീണ്ടും വരാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കയറ്റങ്ങളിൽ നിന്ന് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത്. ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ ഒട്ടും കുറവല്ല ഈ ലോകത്ത്. എനിക്ക് മുന്നിൽ ഇനി കുറേ ഇത്തരത്തിൽ അതിശയിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഈ യാത്രാവേള ഇവിടെ അവസാനിക്കുന്നു.